ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റിന്മേലുള്ള ചർച്ച പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം വാഗ്വാദമൊക്കെ ഉയർത്തി അവസാനം ബജറ്റ് പാസ്സായതായി ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ കുറച്ച് വിമർശനങ്ങളുണ്ട്. അവർ പല പദ്ധതികളും 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടും ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തെളിവുകൾ സഹിതം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷാംഗങ്ങളും ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്താണ് താങ്കൾ ഈ ചർച്ചയിൽ കഴിഞ്ഞ 4 വർഷം മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ചില നിർദ്ദേശങ്ങൾ പദ്ധതികളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അക്കാര്യത്തിലൊക്കെ വ്യക്തമായ മറുപടി ഇല്ലെങ്കിലും ചെയർമാൻ അവസാനം ഉട്ടോപ്യൻ ചിന്താഗതിക്കാരാണ്, പ്രതിപക്ഷം ഒന്നിനും വ്യക്തമായ ധാരണയില്ലെന്ന് ആക്ഷേപിക്കുകയുണ്ടായി. അതിനെങ്ങനെ വിലയിരുത്തും? പെരിന്തൽമണ്ണ നഗരസഭയുടെ 6ാമത്തെ കൗൺസിലാണ്. ഈ 6ാമത്തെ കൗൺസിലിലെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളാണ് ഇതെടുത്തോളൂ. ഇത് ജനങ്ങൾ കാണട്ടെ. ജനങ്ങൾക്കിത് അറിയില്ല. ജനങ്ങൾ വിഡ്ഢികളല്ലല്ലോ, പഴയ കാലമല്ല. എന്താണ് ഈ കഴിഞ്ഞ 6 ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ: 1, പ്രാദേശിക ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള റോഡ്; 2, കുടിവെള്ളം. ഏറ്റവും രൂക്ഷമായ കുടിവെള്ളം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഇന്ന് എന്താണ് അവസ്ഥ? നിങ്ങൾ ജനങ്ങളെ അടുത്ത് പോയി കണ്ട് ഇത് ചോദിക്കുകയും എന്താണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം? ഈ 6 നഗരസഭകളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പെരിന്തൽമണ്ണയുടെ പരിസരത്ത് ഒന്ന് പോയി കുടുംബങ്ങളോട് അന്വേഷിച്ചാൽ അറിയാം. 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത്. കുടിവെള്ളം കിട്ടാക്കനിയാണ്. റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ്. അങ്ങനെ ഈ ടൗണുമായി ബന്ധപ്പെട്ടുള്ള മോഡിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യം ഞാൻ പറയുന്നത് ഇതൊരു ദൃശ്യവാർത്താ മാധ്യമ ചാനൽ എന്ന നിലയിൽ ഞാൻ ഇത് ഓരോന്നും അക്കമിട്ട് പറഞ്ഞ സമയങ്ങൾ ഒരുപാട് എടുക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ടൗണിലെ സ്ഥിതി എന്താണ്? മറ്റ് നഗരസഭകളൊന്ന് പോയി താരതമ്യം ചെയ്യണം. അവരൊക്കെ ടൗണുകളുടെ ഡ്രെയിനേജുകൾ സ്ലാബ് ഇട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല മോഡിഫിക്കേഷൻ വരുത്തിയ നഗരസഭകളാണ് എല്ലാ നഗരസഭകളും. മലപ്പുറം ആയിക്കോട്ടെ, മഞ്ചേരി ആയിക്കോട്ടെ, മറ്റ് സമീപത്തുള്ള എല്ലാ നഗരസഭകളും. ഈ പെരിന്തൽമണ്ണ നഗരസഭ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബ്, ഡ്രൈനേജ് മൂടിക്കിടക്കുന്ന മണ്ണ് മൂടിക്കിടന്ന് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകി വന്നു യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് ടൗണുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വ്യാപാരികൾ കഴിഞ്ഞ കാലത്തൊക്കെ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ നഗരസഭയുടെ മുന്നിൽ. ഇതൊന്നൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം, ആശുപത്രികളുടെ നഗരമാണ്. ഒപ്പം തന്നെ എഡ്യൂക്കേഷണൽ സിറ്റിയായി വളർന്നു വരികയാണ്. 10,000-ത്തിലധികം ആളുകൾ യാത്ര വന്നു പോകുന്ന ഒരു നഗരം കൂടിയാണ് പെരിന്തൽമണ്ണ നഗരം. ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരം. തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും ജനത്തിരക്കും യാത്രക്കാരുള്ള ഒരു നഗരം, ആശുപത്രികളുള്ള ഒരു നഗരമാണ്. ഇവിടേക്ക് വേണ്ട പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ അക്കമിട്ട് ഇന്ന് കൗൺസിലിൽ അവതരിപ്പിച്ചു. ഇതിനൊന്നിനു പോലും നഗരസഭ ചെയർമാൻ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഗരസഭ കഴിഞ്ഞ 6 ഭരണസമിതികളും നോക്കുകുത്തികളായി. കഴിഞ്ഞ ബംഗാളിൽ 35 കൊല്ലം ഭരിച്ച CPM ആ 35 കൊല്ലം ബംഗാളിനെ പിറകോട്ടടിച്ചതുപോലെ ഈ പെരിന്തൽമണ്ണ നഗരസഭയെ 29 കൊല്ലക്കാലത്തെ ഈ നഗരസഭയുടെ CPM-ന്റെ ഭരണം ഈ പെരിന്തൽമണ്ണയിലെ ഈ 29 കൊല്ലം പിറകോട്ടടിച്ചു എന്നുള്ളതാണ്. വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അണികൾ പോലും ഈ CPM-നെ മാറ്റി നിർത്തി ഒരു പുതിയ ഭരണ സംവിധാനം, UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകൾ. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ കുറെ ഉദ്ഘാടനങ്ങൾ. എന്താണ് ഇപ്പൊ ഈ കഴിഞ്ഞ 4-5 ദിവസം കുറെ ഉദ്ഘാടന മാമാങ്കൾ നടന്നു. എന്തുദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. വേസ്റ്റ് വെറുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദ്ഘാടനം ഇന്നലെ വലിയൊരു ഘോഷയാത്ര നടന്നു. ഇതേ ഘോഷയാത്ര കഴിഞ്ഞ വർഷവും ഇതേ മാസത്തിൽ ഇതേ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം പെരിന്തൽമണ്ണയെ മാലിന്യമുക്ത നഗരമായി കഴിഞ്ഞ വർഷം ഇതേ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ്. ആ പ്രഖ്യാപനങ്ങളല്ലാതെ
പ്രായോഗികമായിട്ട് ഒരു പദ്ധതി ഒരു പരിപാടിയും നഗരസഭയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നഗരസഭയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തെ നല്ല രീതിയിലാണുള്ള ചെയർമാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും ക്രിയാത്മകമായിട്ട് നല്ല പിന്തുണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. ആ നല്ല പിന്തുണ ഞങ്ങൾ ഈ കഴിഞ്ഞ 4.5 കൊല്ലം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ നഗരസഭ അവതരിപ്പിച്ച ഈ ബജറ്റ് പൊള്ളയായ ബജറ്റാണ്, അത് ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ബജറ്റിൻ്റെ മുകളിൽ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM അവിടെ ഇല്ലാതായതുപോലെ ഈ പെരിന്തൽമണ്ണയിൽ CPM ഇല്ലാതാവുന്നത് മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങൾ പ്രതിപക്ഷത്തെ ഭരണത്തിലേറ്റുമെന്ന ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒരു പ്രത്യാശ കൂടി പുറത്തു വരുന്നുണ്ട്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നില 24 ലൈവ്.